Hello, welcome to another episode of MMA മലയാളം കോമ്പാറ്റ് ന്യൂസ്. ഓക്കെ, മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ടൈറ്റിൽ ശ്രദ്ധിച്ചിരിക്കല്ലോ. ടൈറ്റിൽ പോകുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? നിങ്ങൾ കേരളത്തിൽ പ്രത്യേകിച്ച് MMA ഫോളോ ചെയ്യുന്നവരാണെന്ന് വിചാരിക്കുക, അതായത് ഈ കണ്ടന്റുകളൊക്കെ കാണുന്നവരാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇപ്പം എന്നെ പോലെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവരാണെന്നിരിക്കുക. കൃത്യം ഒരാഴ്ച അല്ലെങ്കിൽ 1.5 ആഴ്ച മുമ്പ് വരെ നമ്മളുടെ ഈ കേരളത്തിൽ MMA സീൻ, കോമ്പാറ്റ് സീൻ ഒന്ന് ഉറങ്ങിക്കിടക്കുമായിരുന്നു. ശ്രദ്ധിച്ചോ? അതായത് എന്തോന്നിട്ടാലും ഒരു 300, 400, 500, ഇനിയിപ്പോൾ അങ്ങോട്ട് കയറിയാലും ഒരു ഉറക്കമായിരുന്നു മൊത്തത്തിൽ. ഇനി ഇപ്പോൾ നിങ്ങൾ ഇത്തിരി ഒന്ന് കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു 2 ദിവസമായിട്ടേ ഉള്ളൂ ഒരു ഓളം. അതിപ്പോൾ വ്യൂസ് ഞാൻ പറയുന്നത് 1 ലക്ഷം 2 ലക്ഷം ഒന്നും ആയിട്ടില്ല, അങ്ങനല്ല ഞാൻ പറയുന്നത്. ഒരു ഓളം മൊത്തത്തിൽ കമൻ്റ് ഇടുന്നു, ആളുകൾ ഡിസ്കസ് ചെയ്യുന്നു, എൻഗേജ് ചെയ്യുന്നു, മൊത്തത്തിലൊരു ഓളം, ഒരു ആഘോഷം. കണ്ടോ, റോഡിൽ കൂടി ഇങ്ങനെ തകർക്കുവാണ്, നമ്മുടെ സ്റ്റുഡിയോൻ്റെ അപ്പുറത്ത് തകർക്കുവാണ്, വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല, അവരും തകർക്കട്ടെ, നമുക്ക് തകർക്കാം. ഓക്കെ, അവർക്കും എല്ലാവർക്കും ജീവിക്കണമല്ലോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, മൊത്തത്തിലൊരു ഓളം. ഒരു 2 ദിവസം ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇപ്പം ഞാനൊരു ചിന്തിക്കാത്ത വ്യക്തിയാണെന്നിരിക്കട്ടെ, നമ്മൾ ഒരു അധികം ചിന്താശേഷി ഇല്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ വെറുതെ കിടന്ന് അഹങ്കരിക്കും. എൻ്റെ ഒരു വീഡിയോ, ഞാനൊരു ഭയങ്കര സംഭവം തന്നെ, ഞാനിപ്പോൾ ഓളം സൃഷ്ടിക്കുകയാണ്, എൻ്റെ കണ്ടന്റ് കാരണം മൊത്തത്തിൽ ഓളമായിരിക്കുകയാണ് കേരളത്തിൽ എന്ന് ഞാൻ ചിന്തിക്കും. പക്ഷേ നമ്മൾ കുറച്ചൊന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ നമുക്ക് കാര്യം മനസ്സിലാവും. അത് കണ്ടന്റ് ഇടുന്ന എൻ്റെ മിടുക്കുകൊണ്ടല്ല ഇപ്പോൾ 2 ദിവസം കൊണ്ട് ഓളം വന്നിരിക്കുന്നു എന്നുള്ളത്. നമ്മൾ വലിയ ബുദ്ധിയൊന്നും വേണ്ടെന്നേ, ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞ മനസ്സിലായോ? എൻ്റെ മിടുക്കുകൊണ്ടല്ല, എൻ്റെ വീഡിയോയോ കണ്ടന്റോ എഡിറ്റിങ്ങോ ഒന്നും കൊണ്ടല്ല ഇപ്പോൾ ഈ ഓളം വന്നിരിക്കുന്നത്. 2 സൂപ്പർ താരങ്ങൾ കാരണമാണ് ഇപ്പോൾ ഉറങ്ങിക്കിടന്നിരുന്ന കേരളത്തിലെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയുടെ MMA സീൻ ഇപ്പോൾ വീണ്ടും ഓളം വന്നിരിക്കുന്നത്. ഈ 2 സൂപ്പർ താരങ്ങൾ ആരാണ്? ഒന്ന് ഇലിയ ടൊപ്പൂരിയ, മറ്റൊന്ന് ഇസ്ലാം മഖശേവ്. അക്കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഒരു സംശയവും. ഞാൻ അതിന് പ്രൂഫാണ്. ഞാനിതെല്ലാം ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരാഴ്ച മുമ്പേ നമുക്ക് വീഡിയോ ഇടാനേ തോന്നില്ല. ഇപ്പൊ കണ്ടോ, തുടർച്ചയായിട്ട് ഞാൻ 3-ാം ദിവസം വീഡിയോ ഇടുക. കാരണം ഒരാഴ്ച മുമ്പ് വരെ വീഡിയോ ഇടാനേ തോന്നത്തില്ല, കാരണം മൊത്തത്തിലൊരു ഉറക്കം. ആരെങ്കിലും വളരെ ഹാർഡ് കോർ ആയിട്ടുള്ള ഫാൻസ് വന്നാലായി. ഇപ്പൊ മൊത്തത്തിൽ വീണ്ടും ഓളം വന്നിരിക്കുകയാണ്, ഓളം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇലിയ ടൊപ്പൂരിയ, ഞാൻ പറയുന്നത് ഈവൻ ചാൾസ് ഒലിവേറ പോലും അല്ല, ഇലിയ ടൊപ്പൂരിയ ഫൈറ്റ് ചെയ്തു ഒലിവേറന്റെ കൂടെ. ഭീകരമായിട്ടുള്ള നോക്കൗട്ട്, ട്രമെൻഡസ് പെർഫോമൻസ് ആയിരുന്നു, വൈറൽ. അപ്പോൾ വീണ്ടും നിങ്ങൾ ടൈറ്റിലിൽ കാണുന്ന പോലെ ഇലിയ ടൊപ്പൂരിയ ഇസ്ലാം മഖശേവിന്റെ ആ മത്സരം ചൂട് പിടിച്ചിരിക്കുകയാണ്. പക്ഷേ അത് നല്ല കാര്യമാണ്, അത് ട്രെൻഡിങ് എല്ലാം കൊണ്ടും മൊത്തത്തിൽ, പ്രത്യേകിച്ച് നമ്മളെ പോലുള്ള ആളുകൾക്കും കണ്ടന്റ് ഉണ്ടാക്കുന്നവരും കാണുന്നവർക്കും എല്ലാം നല്ല കാര്യം തന്നെ. പക്ഷേ നമ്മൾ ഇതിൽ കുറച്ച് ആഴത്തിലുള്ള 2 കാര്യങ്ങൾ പറയാനായിട്ടാണ് ഈ വീഡിയോ. നമ്മൾ അധികം വളച്ചു നീട്ടുന്നില്ല, പെട്ടെന്ന് തീർക്കും. പിന്നീടുള്ള കാര്യങ്ങൾ പിന്നീട് പറയാമല്ലോ. ഫസ്റ്റ് കാര്യം, ഇപ്പം എനിക്കും ഭയങ്കര താല്പര്യമാണ് ഈ ഇലിയ ടൊപ്പൂരിയ ഇസ്ലാം മഖശേവ്. പക്ഷെ ആ ഫൈറ്റ് നമുക്ക് ഉടനെ എങ്ങാനും കാണാൻ പറ്റുമോ? ഞാൻ പറയുന്നത് നടക്കുമായിരിക്കും, പക്ഷെ ഉടനെ എങ്ങാനും ഉണ്ടാവും എന്നുള്ള കാര്യം വളരെ കഷ്ടമാണ്. കാരണം ഇപ്പോൾ ഓൾറെഡി, അതുകൊണ്ടാണ് ഇലിയ ടൊപ്പൂരിയ ഇപ്പം പാഡി പിംബ്ലറ്റിനെയൊക്കെ ചാലഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. അത് മറ്റൊരു രസകരമായ ഫൈറ്റ് ആണത്, എന്തുകൊണ്ടാണെന്ന് പിന്നെ പറയാം. ഈ ഇലിയ ഇസ്ലാം മഖശേവിന്റെ ഒരു പ്രോബ്ലം എന്താണെന്നറിയാമോ? ഒരുപക്ഷെ ഇലിയ റെഡി ആയിരിക്കും, പക്ഷേ ഇസ്ലാം മഖശേവ് ഇനി തിരിച്ചിറങ്ങി വരണമല്ലോ. അപ്പൊ ആ തിരിച്ചിറങ്ങി വരുന്നെന്ന് പറയുന്നത്, ഓൾറെഡി ഇപ്പൊ ഇസ്ലാം മഖശേവ് അതിൻ്റെ അടുത്തുനിന്ന് റിപ്പോർട്ട് വരുന്നുണ്ട്, പുള്ളിക്ക് വെയിറ്റ് കൂട്ടാനൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതെ, വെയിറ്റ് കുറയ്ക്കുന്ന പോലെ തന്നെ വെയിറ്റ് കൂട്ടാനും ബുദ്ധിമുട്ടാണ് ഗൈസ്. അപ്പൊ പുള്ളി ഇനി ആ വെയിറ്റിലൊക്കെ എത്തി, പിന്നെ JDMന്റെ കൂടെ മത്സരിച്ച് എപ്പോഴാണ്, ഏത് കാലഘട്ടത്തിലായിരിക്കും മഖശേവിനെയും തിരിച്ച് ലൈറ്റ് വെയിറ്റിലേക്ക് വരുന്നത് എന്നുള്ളതിൽ ഭയങ്കര ചോദ്യചിഹ്നമാണത്.
അപ്പോൾ എനിക്കറിയില്ല ഇനിയിപ്പോൾ ഇല്യ ഇസ്ലാം അക്കാശേവിന് വേണ്ടി നമുക്ക് എന്തുമാത്രം വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന്. പക്ഷെ നമുക്ക് വേറെ വഴിയില്ല, വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ, വെയിറ്റ് ചെയ്യാം അതിന്. പക്ഷെ ഉടനെ ഒന്നും നടക്കില്ല ഗൈസ് അത്. പക്ഷെ എനിവേസ് നമുക്കത് സ്വപ്നം കണ്ടിരിക്കാം എന്നുള്ളതാണ് ഒരു കാര്യം. ഓക്കെ, ഇനിയും രണ്ടാമത്തെ മുഖ്യമായിട്ടുള്ള കാര്യം. ഇപ്പോൾ ഞാൻ ഇസ്ലാം അക്കാശേവിന്റെയും എല്ലാ ഫൈറ്റേഴ്സിന്റെയും സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളൊക്കെ ഫോളോ ചെയ്യാറുണ്ട്. അപ്പൊ അതിനകത്ത് നേരത്തെ എങ്ങാണ്ട് ഇസ്ലാം അക്കാശേവ് ഒരു ഫോട്ടോ ഇട്ടിരുന്നു. ഒരു ഫോട്ടോ പുള്ളി എങ്ങാണ്ട് ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോ. അപ്പോൾ ഈ മറ്റ് ജോൺ ജോൺസിന്റെ അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ പുള്ളിക്ക്. അടിയിൽ മൊത്തം ഇല്യ ടൊപ്പൂരിയയുടെ ഫോട്ടോസാണ്, ഇങ്ങനെ ഇടുവാണ്. ആ പുള്ളി ഇത് കാണുന്നുണ്ടാവും, പുള്ളിക്ക് ഇറിറ്റേഷൻ വരുന്നുണ്ടാവും. അപ്പൊ പുള്ളിക്കാണെങ്കിൽ ഇപ്പം അങ്ങോട്ട് ഇറങ്ങി വന്ന് ഫൈറ്റ് ചെയ്യാനും പറ്റത്തില്ല. കാരണം അവിടെ ഇപ്പം മറ്റേ ഹയർ വെയിറ്റ് കാറ്റഗറിയിൽ കമ്മിറ്റഡ് ആണ്. ഉടനെ ചാടി കയറി ഇനി തിരിച്ചു വരാൻ പറ്റില്ല. അങ്ങനെയൊന്നും വെയിറ്റ് കൂട്ടാനും കുറയ്ക്കാനും ഇതൊന്നും മെഷീനോ അങ്ങനെയൊന്നും അല്ല, അങ്ങനെയൊന്നും നടക്കത്തില്ല. അപ്പൊ പുള്ളി ഡെഫിനറ്റ് ആയിട്ട് ഇറിറ്റേഷൻ വരുന്നുണ്ടായിരിക്കും. ഇനി എനിക്ക് ഇതിനകത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ഞാൻ സമ്മതിക്കുന്നു, ഇല്യ ടൊപ്പൂരിയുടെ പഞ്ച് കണക്ട് ആയി കഴിഞ്ഞാൽ ഇസ്ലാം അക്കാശേവ് താഴെ പോകും. ഇതിനു മുമ്പും പുള്ളി താഴെ പോയിട്ടുണ്ട്, തീർച്ചയായും. അതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല, ഞാനത് അംഗീകരിക്കുന്നു. പക്ഷേ നമ്മൾ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. എങ്ങാനും ഇല്യ ടൊപ്പൂരിയ കയറി ഇസ്ലാം മക്കാശേവിന്റെ ഡാർസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അറിയാലോ. മക്കാശേവിനകത്ത് ഇപ്പോൾ PhD എടുത്ത പോലെയാണ്. ആ ഡാർസിലേക്ക് വീണ് കൊടുത്താൽ, ആ ഡാർസ് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇല്യ ടൊപ്പൂരിയ എന്നല്ല ആരായാലും പിടഞ്ഞു പോകും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ടൊപ്പൂരിയ ഇസ്ലാം മക്കാശേവിന്റെ ഡാർസിൽ വീണ് കഴിഞ്ഞാൽ ടൊപ്പൂരിയയ്ക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഇത് നമ്മുടെ DJ ഡിമിട്രിയസിനെ പോലുള്ള വലിയ വലിയ ലെജൻഡ്സ് പറഞ്ഞാണ്. മക്കാശേവിന്റെ ഡാർസ് ലോക്കായി കഴിഞ്ഞാൽ ഇല്യ ടൊപ്പൂരിയയ്ക്ക് രക്ഷയില്ല. അപ്പൊ മൊത്തത്തിൽ നമ്മൾ ഈ ഇല്യ ഇസ്ലാം മക്കാശേവിലോ ഇല്യ ടൊപ്പൂരിയുടെ പഞ്ച് കണക്ട് ആയി കഴിഞ്ഞാൽ മക്കാശേവ് തീർന്നു. തിരിച്ച് നമ്മൾ ചിന്തിക്കണം, മക്കാശേവിന്റെ ഡാർസിൽ എങ്ങണം. കാരണം ഒന്നാമതേ ടൊപ്പൂരിക്ക് ഹൈറ്റ് കുറവാണ്. ഏത് മക്കാശേവിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, നമ്മളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അല്ല, മക്കാശേവിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ടൊപ്പൂരിക്ക് ഇത്തിരി ഹൈറ്റ് കമ്മിയാണ്. അപ്പോൾ ആ ഒരു ഗിലിറ്റീൻ ഡാർസിനൊക്കെ ടെൻഡൻസി കൂടുതലായിരിക്കും. അത് നിങ്ങൾ ജുജുത്സു ഒക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും ഞാൻ എന്താ പറയുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ദാറ്റ് ഈസ് വൺ പോയിന്റ് വിച്ച് യു ക്യാൻ നോട്ട് നെഗ്ലക്ട്. ഓക്കെ, അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ വേണ്ടിവരും. ഇനി ബാക്കിയുള്ള ചർച്ചകൾ തൽക്കാലം നിങ്ങൾ കമന്റ് രൂപേണ അയക്കുക. നിങ്ങൾക്കറിയാം, എന്നെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ എല്ലാ കമന്റും ഞാൻ വായിക്കാറുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അടുത്ത വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. മൊത്തത്തിൽ ഒരു ഓളമുണ്ട്, ഐ ലൈക്ക് ഇറ്റ് ഗൈസ്. സോ ആ ഓളത്തിന് റീസൺ ഈ രണ്ടുപേരുമാണ്, നമ്മളല്ല. ഇല്യ ടൊപ്പൂരിയ ആൻഡ് ഇസ്ലാം മക്കാശേവ്.